കടുവയെ പിടിക്കുന്ന കിടുവകൾ. കടുവയെ പിടിക്കുന്ന കിടുവ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കേട്ടുകൊള്ളൂ. അത്തരം മിടുക്കന്മാരായ കിടുവകൾ ഇവിടെയുണ്ട്. കരുത്തന്മാരായ ബുദ്ധിമാന്മാരും തന്ത്രശാലികളുമായ കടുവകളെ ഓടിച്ചിട്ട് പിടിക്കുന്ന കിടുവകൾ. തൻ്റെ സവിശേഷമായ ബുദ്ധിയും ശക്തിയും അധികാരവും പ്രതാപവും ഉപയോഗിച്ച് നടത്തുന്ന തട്ടിപ്പുകൾ ഒരു കാലത്തും പിടിക്കപ്പെടില്ല എന്ന അമിത ആത്മവിശ്വാസം ശക്തരായ കടുവകൾക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അമിത ആത്മവിശ്വാസം കൊണ്ട് സംഭവിക്കുന്ന അശ്രദ്ധകൾ, ചെറിയ പാളിച്ചകൾ കിടുവകൾ മുതലെടുക്കും. കക്കുന്നതിനേക്കാൾ കക്കുന്നവന്റെ മുതൽ കൊലയോടെ പിടിച്ചെടുക്കുന്നതാണ് അന്തസ് എന്നാണ് പ്രൊഫഷണൽ കിടുവകളുടെ ചിന്താഗതി. അവർ അവരുടെ ബുദ്ധിവൈഭവം വെച്ച് കടുവകളെ പൂട്ടുവാനുള്ള സകല തെളിവുകളും കരസ്ഥമാക്കും. കെണിയൊരുക്കി കാത്തിരിക്കും. കടുവ തനിയെ വന്ന് ആ കെണിയിൽ ചാടുകയും ചെയ്യും. പിന്നെ കടുവയുടെ കാര്യം പോക്കാണ്. കെണിയിൽ വീഴാത്ത കടുവകളെ ചേസ് ചെയ്ത് കെണിയിൽ വീഴിക്കുന്ന ഒഫൻഡിങ് ട്രൈറ്റ്സ് ഉള്ള കിടുവകളുമുണ്ട്. തട്ടിപ്പുകളിലൂടെയും കമ്മീഷനുകളിലൂടെയും സ്വരുക്കൂട്ടിയ കോടികൾ കയ്യിലുള്ള കിടുവകൾ ആദ്യം അവരുടെ തട്ടിപ്പിന്റെ വ്യാപ്തി ബോധ്യപ്പെടുത്തും. തെളിവുകൾ സഹിതം. കൊള്ളമുതലിന്റെ നിശ്ചിത ശതമാനം നൽകിയാൽ യാതൊരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ ചില കടുവകൾ വഴങ്ങിക്കൊടുക്കും, ചില കടുവകൾ എതിർക്കും, പുച്ഛിച്ചു തള്ളും. കിടുവകളുടെ വിരട്ടലിൽ കടുവകൾ വീഴുവാൻ കാരണം കൊള്ളമുതലിൽ നല്ലൊരു പങ്ക് പോയാലും മാനഹാനിയും ജയിൽവാസവും ഒഴിവായി കിട്ടുമെന്ന് മാത്രമല്ല, കയ്യിലുള്ള മുതലും പോകില്ല. എന്നാൽ ഇടഞ്ഞാൽ എല്ലാം പോകും എന്നതുകൊണ്ടാണ്. കടുവകൾ ഇപ്രകാരം ഒരു ഡീലിന് തയ്യാറായില്ലെങ്കിൽ പൊതുതാൽപര്യവുമായി നടക്കുന്ന നല്ല ഉടുമ്പ് പോലെ പിടിക്കുവാൻ കഴിവുള്ള ഒരുവന് അത്യാവശ്യ വിവരങ്ങൾ നൽകി, അത്യാവശ്യ ചിലവകാശം നൽകി ഒരു കേസ് ഫയൽ ചെയ്യിക്കും. സ്വാഭാവികമായും മാധ്യമങ്ങളിൽ ഈ വാർത്തകൾ നല്ല ഇടം പിടിക്കും. അങ്ങനെ കൃത്യമായ ചൂട് കിട്ടി തുടങ്ങുമ്പോൾ ഭൂരിഭാഗം കടുവകളും കിടുവകളുടെ മുന്നിൽ മുട്ടുമടക്കും, ഡീലിന് സമ്മതിക്കുകയും ചെയ്യും. ഡീലായി കഴിഞ്ഞാൽ കിടുവ സ്വയം കേസ് തോറ്റുകൊടുക്കും. എങ്ങനെയാണെന്നല്ലേ? മുന്നിൽ നിർത്തി കേസ് നൽകിയ പൊതുതാൽപര്യക്കാരന് പ്രധാനപ്പെട്ട തെളിവുകളൊന്നും നൽകാതിരിക്കുമ്പോൾ സ്വാഭാവികമായും കേസ് തോൽക്കും. വേണമെങ്കിൽ ആ കേസ് കൊടുത്തവനെതിരെ കിടുവ ഒരു മാനനഷ്ടവും കൂടി ഫയൽ ചെയ്ത് കടുവയെ കൂടുതൽ വെളുപ്പിച്ചെടുക്കും. ഞാൻ ഇത്രയും പറയുവാൻ കാരണം, മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന ഹർജിയെ തുടർന്നാണ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിന്മേൽ ഹൈക്കോടതി ഉത്തരവിട്ടത് എന്നൊരു വാർത്ത കണ്ടിട്ടാണ്. ആരാണ് ഈ KM എബ്രഹാം? ശരിക്കും ഒരു കടുവയാണ്. പിണറായിയുടെ വലങ്കൈ, അതായത് ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി, മുൻ ചീഫ് സെക്രട്ടറി, അതിലെല്ലാം ഉപരി കിഫ്ബി CEO. തൻ്റെ വരുമാനത്തെക്കുറിച്ചോ നിക്ഷേപങ്ങളെക്കുറിച്ചോ അദ്ദേഹത്തിന് പോലും ഒരുപക്ഷെ കൃത്യമായ ഒരു ധാരണയുണ്ടാകുവാൻ സാധ്യതയില്ലാത്ത ഒരു സാധു മനുഷ്യൻ. KM എബ്രഹാമിനെതിരെ ഇപ്പോൾ എന്തുകൊണ്ട് ഇപ്രകാരം ഒരു കേസുണ്ടായി എന്നതിനുള്ള ഉത്തരമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. KM എബ്രഹാമിന്റെ സകല ഇടപാടുകളും കരസ്ഥമാക്കിയ ആ കിടുവ ആരാണെന്ന് ഞങ്ങൾ പിന്നീട് വെളിപ്പെടുത്താം. ആ കിടുവയുടെ ഡീലിന് വശമതനാകാതിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ജോമോൻ പുത്തമ്പുരയ്ക്കലിനെ മുന്നിൽ നിർത്തി ഇപ്രകാരം ഒരു ഹർജി ഫയൽ ചെയ്യപ്പെട്ടത്. KM എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു എന്ന മാധ്യമ വാർത്തകൾ ഗുണം ചെയ്യുന്നത് കിടുവയ്ക്കാണ്. ഈ വാർത്തകൾ കണ്ടു പേടിച്ച് കടുവ കിടുവയുമായി ഡീലുണ്ടാക്കിയാൽ ഈ കേസ് ആവിയായി പോകും. ഒന്നുകിൽ പരാതിക്കാരൻ പരാതി പിൻവലിക്കും, അല്ലെങ്കിൽ കേസ് തോറ്റുകൊടുക്കും. ഒരുപക്ഷെ ഇതിൻ്റെ നിജസ്ഥിതി ജോമോൻ പുത്തമ്പുരയ്ക്കലിന് പോലും അറിയണമെന്നില്ല. വട്ടച്ചെലവിനുള്ള കാശും കേസ് നടത്തിപ്പിനുള്ള അത്യാവശ്യം ചില്ലറയും കേസ് ഫയലിൽ സ്വീകരിക്കുവാൻ ആവശ്യമായ പ്രാഥമിക വിവരങ്ങളും കിട്ടിയപ്പോൾ അദ്ദേഹം കൂടുതലൊന്നും ഒരുപക്ഷെ ആലോചിച്ചിട്ടുണ്ടാവില്ല. ഇതിനു മുമ്പുണ്ടായ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുയർന്ന കേസുകളുടെ അവസ്ഥ ഇപ്പോൾ എന്താണ് എന്ന് മാത്രം നിങ്ങളൊന്ന് ആലോചിച്ചാൽ ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പിണറായിയുടെ ചങ്കായ CM രവീന്ദ്രന്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ എന്തായി? അതുപോലെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കരനെതിരെ ഉണ്ടായ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസിന്റെ അവസ്ഥ എന്താണ്? എന്തൊക്കെ ആരോപണങ്ങളായിരുന്നു, വിവാദങ്ങളായിരുന്നു ഉയർന്നു വന്നത്? കരിവന്നൂർ ബാങ്ക് തട്ടിപ്പിലുണ്ടായിരുന്ന AC മൊയ്തീന്റെ പേരിലുണ്ടായ കേസിന് ഇപ്പോൾ എന്ത് സംഭവിച്ചു? ടോം ജോസ് IASനെതിരെ വന്ന കേസുകൾക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചു? മുൻ UDF മന്ത്രിസഭയിലുണ്ടായിരുന്ന മന്ത്രി K ബാബുവിനെതിരെ ഉണ്ടായിരുന്ന അഴിമതി കേസുകൾക്ക് എന്ത് സംഭവിച്ചു? ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഈ കേസുകളുടെ എല്ലാം പിന്നിൽ ചില മിടുക്കരായ കിടുവകൾ ഉണ്ടായിരിക്കും. കടുവകളും ഈ കിടുവകളും തമ്മിൽ സെറ്റിൽമെന്റ് ആയി കഴിഞ്ഞാൽ എല്ലാം ആവിയായി പോകും എന്ന്. KM എബ്രഹാമിന്റെ കേസുമായി ബന്ധപ്പെട്ട് പല അന്തിചാനൽ ചർച്ചക്കാരും ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയായിരിക്കും. ഇതൊക്കെ കണ്ട് കിടുവകൾ ചിരിക്കും. കാരണം ഇവന്മാരുടെ പണിയുടെ പ്രതിഫലം കിട്ടാൻ പോകുന്നത്
അവർക്കായിരിക്കും. പൊതുജനങ്ങൾ ഇതൊക്കെ കണ്ട് വായും പൊളിച്ചിരിക്കും. വലുതും സംഭവിക്കും എന്ന് കരുതി. പക്ഷേ ഒന്നും സംഭവിക്കില്ല എന്ന് മാത്രമല്ല, ഇത്തരം വാർത്തകൾ കൊടുത്തവർക്കെതിരെ സെറ്റിൽമെന്റ് നടത്തി കാര്യങ്ങളെല്ലാം കോംപ്രമൈസ് ആക്കി കഴിയുമ്പോൾ കടുവ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യുകയും ചെയ്യും എന്നതിൽ കവിഞ്ഞ് ഇവിടെ ഒരു പൊട്ടും സംഭവിക്കില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.